ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എംപിമാരെ മാറ്റി നിർത്തിയുള്ള പരീക്ഷണത്തിനൊരുങ്ങി BJP. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ 21% എംപിമാർ ഇടം നേടിയില്ല. വിജയം ഉറപ്പിക്കുന്നതിനു വേണ്ടി സിറ്റിംഗ് എംപിമാരെ തന്നെ അതത് മണ്ഡലങ്ങളിൽ മറ്റു പാർട്ടികൾ വീണ്ടും മത്സരിപ്പിക്കാൻ ഒരുങ്ങുമ്പോഴാണ് സിറ്റിംഗ് എംപിമാരെ മാറ്റിയുള്ള പരീക്ഷണം. ലോക്സഭയിൽ 370 സീറ്റ് ലക്ഷ്യം വെച്ച് രംഗത്തിറങ്ങുന്ന സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ഏറെ പ്രധാനമാണെന്ന വിലയിരുത്തലാണ് BJP. മാർച്ച് 2-ന് പുറത്തിറങ്ങിയ 195 പേരുടെ ആദ്യഘട്ട പട്ടികയിൽ നിന്നും പ്രജ്ഞാസിംഗ് ഠാക്കൂർ ഉൾപ്പെടെ 33 എംപിമാരെ പരിഗണിച്ചിരുന്നില്ല. ഇതിനു പിന്നാലെയാണ് ബുധനാഴ്ച പുറത്തുവന്നിരിക്കുന്ന രണ്ടാംഘട്ട പട്ടികയിൽ നിന്നും 30 പേരെ സീറ്റ് അനുവദിക്കാതെ പാർട്ടി മാറ്റി നിർത്തിയത്. 2 ഘട്ടങ്ങളിലായി BJP പുറത്തുവിട്ടിരിക്കുന്ന 267 പേരുടെ പട്ടികയിൽ 140 പേരും സിറ്റിംഗ് എംപിമാരാണ്. ഡൽഹിയിലെ 6 സിറ്റിംഗ് എംപിമാരെയും BJP മാറ്റിയിട്ടുണ്ട്. മനോജ് തിവാരി മാത്രമാണ് വീണ്ടും മത്സരരംഗത്തുള്ളത്. 6 മണ്ഡലങ്ങളിലാണ് പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയത്. ഈസ്റ്റ് ഡൽഹി മണ്ഡലത്തിൽ ഹർഷ് മൽഹോത്രയും നോർത്ത് വെസ്റ്റ് ഡൽഹി മണ്ഡലത്തിൽ യോഗേന്ദ്ര ചന്ദോലിയയും മത്സരിക്കും. സിറ്റിംഗ് MP ഗൗതം ഗംഭീറിന് പകരമാണ് ഹർഷ് മൽഹോത്രയെ പാർട്ടി പരിഗണിച്ചത്. വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഖി, ഡാനിഷ് അലിക്കെതിരെ ലോക്സഭയിൽ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് വിവാദത്തിൽ വീണ രമേശ് ബിധൂരി എന്നിവർക്കും സീറ്റില്ല. മഹാരാഷ്ട്രയിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉൾപ്പെടെ മിക്ക സിറ്റിംഗ് എംപിമാർക്കും വീണ്ടും ലോക്സഭയിലേക്ക് ടിക്കറ്റ് ലഭിച്ചിട്ടുമുണ്ട്. 5 പേരെ മാത്രമാണ് മാറ്റി നിർത്തിയിട്ടുള്ളത്. പ്രീതം മുണ്ടയ്ക്ക് പകരം ബീഡിൽ നിന്ന് ഇത്തവണ BJPയെ പ്രതിനിധീകരിക്കുന്നത് പങ്കജ മുണ്ടയാണ്. ഗുജറാത്തിലെ 7 സിറ്റിംഗ് എംപിമാരിൽ 3 പേർക്ക് മാത്രമാണ് വീണ്ടും അവസരം ലഭിച്ചിരിക്കുന്നത്. ഒഴിവാക്കപ്പെട്ടവരിൽ കേന്ദ്രമന്ത്രി ദർശന ജർദോഷും ഉൾപ്പെടും. മണ്ഡലങ്ങളിൽ നിന്ന് ലഭിച്ച പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയതെന്നാണ് എംപിമാരെ മാറ്റി നിർത്തുന്നതിൽ BJP നൽകുന്ന വിശദീകരണം. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ.